ടൂ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഗെയിമുകളൊക്കെ ഇതുപോലെ തന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കുമ്പോ അല്ലെങ്കിൽ നമ്മളൊരു ഐസ് ബ്രേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ബ്രെയിൻ സ്ട്രീം ചെയ്യുമ്പോൾ എന്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ സ്പിന്നിന്റെ ആവശ്യം വരാറില്ലേ? സ്പിന്നർ, ഇതുപോലത്തെ സ്പിന്നർ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്നാണ് നോക്കണേ. ഓക്കെ, എങ്ങനെയാ ഇതുപോലെ ജസ്റ്റ് ടച്ച് ഇതുപോലെ സ്പിൻ ചെയ്തിട്ട് നമുക്ക് ഒരാളുടെ പേര് സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിട്ട് അവരുടെ അവർക്ക് ഏത് ടാസ്ക് കൊടുക്കണം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ കുറെ ടാസ്കുകൾ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മളിവിടുന്ന് എവിടെയാണോ നമ്മൾ സെർച്ച് ചെയ്യാറ്, ഗൂഗിളിലോ ക്രോമിലോ എവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് എഡ്ജിലോ എവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വീൽ ഓഫ് നെയിംസ് എന്ന് അടിച്ചു കൊടുക്കുക. എന്താണ് വീൽ ഓഫ് നെയിംസ് എന്നുള്ളത് സെർച്ച് ചെയ്യുമ്പോൾ എന്ത് വരും? ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. അതിലെ ഫസ്റ്റ് ഓപ്ഷൻ വീൽ ഓഫ് നെയിംസ് എടുത്ത് റാൻഡം നെയിം പിക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ജസ്റ്റ് എടുക്കുമ്പോൾ ഇതുപോലെയാണ് നിങ്ങൾക്ക് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഓൾറെഡി ഇത് ന്യൂ അല്ല, ഇത് നമ്മളിപ്പോ ടൈപ്പ് ചെയ്ത് കൊടുത്തതാണ്. ന്യൂ എന്നുള്ളൊരു ഓപ്ഷനിൽ ഞാൻ എടുക്കുന്നുണ്ട്. ഇതുപോലെ വരും. ഓക്കെ, ഇപ്പൊ ഇതിന്റെ പകരം മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ സ്റ്റുഡൻസിന്റെ പേരുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും. അതല്ല, നിങ്ങൾ ടാസ്കുകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട് നിങ്ങൾ അവർക്ക് ഉള്ളൊരു ടാസ്ക് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ പേര് വിളിക്കുക, ഈ വീല് സ്പിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഈ ആളുകളുടെ കൂടുതൽ ആളുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. 1000 ആളുകളൊക്കെ വരെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഷഫിൾ ചെയ്യാനും സോർട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇത് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ആ ഒരു ഭാഗം ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ എഡിറ്റിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ ഹെഡിങ് കൊടുക്കാനും ഈ വീൽ എന്തിനെ പറ്റിയിട്ടാണ് എന്നുള്ളതൊക്കെ കൊടുക്കാം. പൂവിൽച്ചൽ എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ദെൻ ഡിസ്ക്രിപ്ഷൻ, നമുക്ക് ഈ ബില്ലിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഇത് കിട്ടുന്ന ആൾ ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതവിടെ കൊടുക്കാം കേട്ടോ. ദെൻ ഓക്കെ കൊടുത്താൽ അതവിടെ എഴുത്തായിട്ട് അവിടെ അങ്ങനെ വരും ഒരു സൈഡില്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അഡ്വാൻസ്ഡ്. ഓക്കെ, അത് ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് കാണാം, ഇതുപോലെ ഓരോരുത്തരുടെയും പേരിന്റെ നേരെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഇവരുടെ പിക്ചറൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ അലി എന്ന് പറഞ്ഞ ആളുടെ നേരെ വരേണ്ടത് അലിയുടെ ഒരു ഫോട്ടോ ആണെന്ന് കരുതാം. ഓക്കെ, അപ്പൊ ഇതുപോലെ ഓപ്പൺ ആക്കി കഴിഞ്ഞാല് അവിടെ അലിയുടെ അവിടെ എന്ത് വരും, അലിയുടെ ഫോട്ടോ വരും. അലിയുടെ ഫോട്ടോ ആണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ഫോട്ടോസ് ഒക്കെ ആക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഓരോരുത്തരുടെയും പേരിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി വേണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് പറ്റും അവരെ. അങ്ങനെയൊക്കെ ഓപ്ഷൻസുകൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയും ഒരു ഓപ്ഷൻ കാണാം, ആഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇതിന്റെ തന്നെ മൊത്തത്തിൽ യെല്ലോ അതൊക്കെ ഉള്ള യെല്ലോ റെഡ് ബ്ലൂ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റാന്, സെൻട്രൽ ഇതൊക്കെ മാറ്റാൻ, ഇതൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ അതുപോലെ ഇങ്ങനെ ഒരു അപ്ലോഡ് ഇമേജ് കൊടുക്കുമ്പോൾ നമ്മളുടെ ഗാലറിക്ക് പോകും. അപ്പൊ നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഇമേജ് നമുക്ക് എടുത്തിട്ട് ഇതിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അത് അവിടെ വരും. ഇങ്ങനെയാണ് ഇത് സെറ്റ് ആക്കുക. ഓക്കെ, അപ്പൊ നമ്മളുടെ ക്ലാസ്സിന്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നല്ല രസമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. മറ്റേത് ക്ലോസ് ചെയ്തല്ലേ അലിനെ. ഒക്കെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോസ് വെച്ചിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ സെറ്റ് ആക്കാം. പിന്നെ അത് അവിടെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ദെൻ വേറെ കുറച്ച് കസ്റ്റമൈസേഷൻ നോക്കി നമുക്ക്, അതായത് നമ്മളിങ്ങനെ സ്പിൻ ചെയ്തപ്പോ ഇങ്ങനെ വന്നേ സൗണ്ട് നോക്കിക്കോട്ടോ, എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ടും അത് കഴിഞ്ഞിട്ട് ഇത് വിൻ ചെയ്യുമ്പോൾ ഒരു സൗണ്ട് അല്ലെ, ഈ സൗണ്ടുകളൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഈ ടിക്കിംഗ് സൗണ്ട് മാറ്റാം. അപ്പൊ ഡ്യൂറിംഗ് സ്പിൻ, ആഫ്റ്റർ സ്പിൻ, അപ്പിയറൻസ്, 3 ഓപ്ഷൻസ് ഇവിടെ കാണാം കേട്ടോ. ഈ ഡ്യൂറിംഗ് സ്പിന്നിൽ നോക്കി സൗണ്ടിന് എന്താണ് ഇതുപോലെ താഴ്ത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡ്രം റോൾ, റാൻഡം മ്യൂസിക്, ഇതുപോലെ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് ഇവിടെ ജസ്റ്റ് പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അങ്ങനെ പ്ലേ ആയിട്ട് വരും. നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കണ്ട സ്പിൻ സ്ലോലി, ഷോർട്ടാക്കി, വോളിയം എത്ര വേണം, സ്പിന്നിങ് ടൈം എത്ര വേണം എന്നുള്ളത്, മാക്സിമം നമ്പർ ഓഫ് നെയിംസ് വിസിബിൾ ഓൺ ദി, അത് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. ആഫ്റ്റർ സ്പിന്ന് എന്തൊക്കെയാണ്, ആഫ്റ്റർ സ്പിൻ നോക്കി സൗണ്ട് എന്ത് സൗണ്ടാണ് വേണ്ടേ, ഇത് ഒരു എല്ലാവരും കൂടെ ഒരു അപ്ലോസ് ആണ് സാധനങ്ങളാണ് വരുന്നത്. അതുപോലെ അനൗൺസ്മെന്റ്, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വേറെ വേറെ കുറെ സോങ്സ് മാറ്റാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതുപോലെ
ആനിമേറ്റ് വിന്നിംഗ് എൻട്രി, നമുക്കിങ്ങനെ പേരിങ്ങനെ വരുന്നത് ലോഞ്ച് കഫെറ്റി ഓട്ടോ റിമൂവ് വിന്നർ ആഫ്റ്റർ 5 seconds, അതാണ് കൊടുക്കുക നല്ലത്. അവരെ വിന്നറിനെ തന്നെ അത് റിമൂവ് ചെയ്തോളൂ. ഡിസ്പ്ലേ പോപ്പ് വിത്ത് മെസ്സേജ് വി ഹാവ് എ വിന്നർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, അപ്പൊ സോ യു ഹാവ് ടു സ്പീക്ക്, നിങ്ങളാണ് സംസാരിക്കേണ്ടത്. യു ഹാവ് ടു സ്പീക്ക്, നിങ്ങളാണ് സംസാരിക്കേണ്ടത് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും. അതുപോലെ തന്നെ ബട്ടൺ ഓർക്കണം, ഹൈഡ് ബട്ടൺ ഒഴിവാക്കണോ, പ്ലേ ക്ലിക്ക് സൗണ്ട് വിന്നർ ഈസ് റിമൂവ്ഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റിംഗ്സ് നോക്കാം. അതിന് അപ്പിയറൻസ് എങ്ങനെ വേണ്ടത് എന്നുള്ളതൊക്കെ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. വീൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുത്തിട്ട് തീമൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ കുറെ ഓപ്ഷൻസുകളുണ്ട്. വീൽ ഷാഡോ പോയിന്റ്, ചേഞ്ചസ് കളർ, ഈ കളർ ആ കളർ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ല. ഇനി ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് നമുക്കൊന്ന് മാറ്റിയിട്ടൊക്കെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് ഓക്കെ കൊടുത്ത് നമുക്ക് അങ്ങനെ ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും, പുതിയത് എടുക്കാം, ഷെയർ ചെയ്യാം. ഇങ്ങനത്തെ ഓപ്ഷൻസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സേവ് ചെയ്യാം. ഗൂഗിളായിട്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സേവ് ടു ലോക്കൽ ഫയൽ ഇൻസ്റ്റഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താണ് ഇവിടെ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളുടെ അവിടെ ഡൗൺലോഡിൽ ഫയൽസിൽ അത് വരും. ഓക്കെ, അപ്പൊ നമുക്ക് വൺ ഡ്രൈവിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സേവ് ആവും. ഓക്കെ, സെറ്റ്. അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻസുകളുണ്ട്, അതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു സ്പിന്നിംഗ് വീൽ പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, സെറ്റല്ലേ? പക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. തിരിച്ച് മീറ്റിലിട്ട് അതാ സോറി.